ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, നിങ്ങളെല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഓക്കെ, thank you universe, thank you holy spirit. ഞാൻ ഈ എടുക്കുന്ന കാർഡ് എൻ്റെ വ്യൂസിൻ്റെ ഇത് കാണുന്ന വ്യൂസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കണമേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമേ. അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് ദൈവ ഇഷ്ടമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ഈ കാർഡ് കാണുന്നത് വഴി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതിൽ പറയുന്നതായിട്ടുള്ള എല്ലാ പോസിറ്റിവിറ്റിയും എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ഇതിലെടുക്കുന്ന ഓരോ കാർഡും അവരെ ഗൈഡ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇപ്പോൾ? എൻ്റെ വ്യൂസിന് ചുറ്റി എന്താണ് എനർജി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിൻ്റെ എനർജി? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? എൻ്റെ വ്യൂസിനെ കുറിച്ച് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. Please guide me mother universe, please guide me mother universe. ഇന്നലെ വന്ന അതേ എനർജി തന്നെയാണ് ഇന്നും വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലോട്ട് വന്ന് അവർക്ക് മാപ്പ് പറയണമെന്നുണ്ട്. അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. അവരൊരുപാട് ഭയത്തിലാണ്. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർ കർമ്മയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് സോഡാണ്. ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡിക്കിൾ, 9 ഓഫ് പെൻഡിക്കിൾ, 9 ഓഫ് വാണ്ട്. ഓക്കെ, വാട്ടർ, ഫയർ, എർത്ത്. ഓക്കെ, എലിമെൻറ്റ്സ് ആണ്. 9 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്, 1 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്, 2 ജനുവരി, ഫെബ്രുവരി, സെപ്റ്റംബർ. ഓക്കെ, 4 ഉണ്ട്. ഏപ്രിൽ മാസം 4 നമ്പർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ബർത്ത് ഡേറ്റോ ആയിരിക്കാം റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ദൈവികമായിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലൊരു ഗ്രോത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരൊരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അതെല്ലാം നിങ്ങളിൽ നിന്ന് തന്നെ, അത് നിങ്ങളെ മൈൻഡ് ഗെയിം ചെയ്തിട്ടാണെങ്കിൽ ശരി. മജീഷിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മളെ കൺകെട്ട് വിദ്യ കാണിക്കും. അത് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മറയ്ക്കുവാനുള്ള ഒരു വിശ്വാസം, ഇതുവരെ എന്ത് നടന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ മറന്ന് നിങ്ങളുടെ പേഴ്സണോടൊപ്പം ചെല്ലുന്ന രീതിയിലുള്ള കൺകെട്ട് വിദ്യ നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതെന്തായിരുന്നാലും
അവർ പ്രയോഗിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. ന്യൂ ബിഗിനിങ് ആണ്. ഒരു ഗ്രോത്ത്, നല്ല നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളും ഒക്കെ മാറിയിട്ട് നിങ്ങളോട് ഇപ്പോൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഉണ്ടാകുന്നത്. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള അവർക്ക് ഒരുപാട് ഫിസിക്കലി ഒക്കെ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു. ഓക്കെ, ഡബിൾ കാർഡാണ് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അവരിപ്പോൾ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിൾ. ഏത് സിറ്റുവേഷനിലാണോ അവരിപ്പോൾ ചില സിറ്റുവേഷനിൽ ജഗ്ലിങ് നടന്നുകൊണ്ടിരുന്നു. അവരുടെ ലൈഫിൽ എന്തെങ്കിലും 2 സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഫാമിലി നിങ്ങളുമായിരിക്കാം, അല്ലെങ്കിൽ ജോലി നിങ്ങളുമായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ലൈഫുമായിരിക്കാം. അങ്ങനെ 2 കാര്യത്തിൽ ഇപ്പം ജഗ്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്കുമാകാം, നിങ്ങളുടെ പേഴ്സണുമാകാം. ഓക്കെ, നിങ്ങൾക്ക് പോകണോ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള ജഗ്ലിങ്, കടൽ കടന്ന് പോകാനൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ആഘോഷം വരുന്നുണ്ട്. ഒരാഘോഷം, നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ആഘോഷം, അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പം പുറത്ത് പോകണോ, എന്തെങ്കിലും 2 സിറ്റുവേഷനെ കുറിച്ച് കൺഫ്യൂഷനായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ തീരുമാനമെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതിലൊരെണ്ണം തീരുമാനമെടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. 4 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റിക്കിളിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ഡെത്താണ്. എന്തെങ്കിലും പൈസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷനിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിനെല്ലാത്തിനും ഡെത്ത് സംഭവിച്ച ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കറണ്ട് സിറ്റുവേഷനിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നെല്ലാം ഇപ്പം മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എന്തായിരുന്നാലും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പം അവരുടെ ലാസ്റ്റ് സീനും അവരുടെ പ്രൊഫൈലും ഒക്കെ നോക്കി നിങ്ങൾ വിഷമിക്കുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത്, പല സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത്, ചിലപ്പോൾ കണ്ണീരും വിഷമമായിരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഇപ്പം നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ ലാസ്റ്റ് സീനും നിങ്ങൾ എപ്പോഴൊക്കെ വരുന്നു, നിങ്ങൾ ഓൺലൈൻ എപ്പോഴൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. നിങ്ങളെ കാത്താണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, ഇതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും അവർ പിന്നിലേക്ക് മാറ്റി തന്നെ നിങ്ങളെ നോക്കുകയാണ് അവർ. നിങ്ങൾ വാച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഗ്രോത്ത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഏത് വിധേയനാണ് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സാമ്പത്തികമായിട്ടാണെങ്കിലും കരിയർ ബേസിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻ ബേസിലാണെങ്കിലും ശരി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിതൊന്ന് മൈൻഡ് ചെയ്യാതെ പോകുന്നു. പക്ഷേ നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളും നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെ ലൈഫിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഡെത്ത് സംഭവിച്ചിട്ട് ഒരു ന്യൂ ബർത്താണ് നിങ്ങൾക്ക്, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. എവിടെയെങ്കിലും ഒളിഞ്ഞും പതിഞ്ഞും ഇരുന്ന് നോക്കുന്നുണ്ടായിരിക്കും. കാരണം നേരിട്ടൊന്നും നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സുകൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് നേരിട്ടൊന്നും വന്ന് നിങ്ങളുടെ അടുത്ത് മിണ്ടാനുള്ള ഒരു ധൈര്യമില്ല. കാരണം നിങ്ങളടുത്ത് സംസാരിച്ച് പോയിരിക്കുന്നത് ചിലപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ വേറെ റിലേഷനിൽ വരെ പോക്കോ, അവർക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണ്ട എന്ന് വരെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വാക്കൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ പോയ വ്യക്തികളാണെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് അവർക്ക് ഒരു ഷെയിമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ അഭിമാനമുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പം പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം.
എങ്കിലും നിങ്ങളെ ഓർത്തിട്ട് പറഞ്ഞും പോയി വരാനും പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ കമ്പം തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെ കുറച്ച് നേരം, അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങ് വന്നാൽ മതി. ഓക്കെ, ഇപ്പം എന്തായാലും ആക്ഷൻ കാണുന്നില്ല, അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ നിങ്ങളെ വിട്ട് അവരെന്തൊക്കെ സെലക്ട് ചെയ്തോ, എന്തൊക്കെ ഗ്രോത്തിൻ്റെ പിറകെ പോയി, അവർക്ക് ഗ്രോത്ത് എല്ലാം അവരുടെ ലൈഫിലുണ്ട് എങ്കിൽ തന്നെയും ആ ഗ്രോത്തൊക്കെ ഇപ്പോൾ അവർക്ക് നിഷ്ഫലമാണ് എന്ന് അവർക്ക് തോന്നുകയാണ്. കാരണം നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിറഞ്ഞു കവിയുന്ന നിങ്ങളുടെ കെയർ, സ്നേഹം അതെല്ലാം അവർക്ക് നഷ്ടമായിരിക്കുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് നോക്കുകയാണ് ഒരു കിങ് ഓഫ് വാൺസ് ആൻഡ് അതിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ കുതിരയൊക്കെ ചാടി പുറപ്പെടാണ്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവർ ചിരിച്ച് അവിടെ ഇരിക്കുകയാണ്. കാരണം അവർക്ക് നിങ്ങളടുത്തോട്ട് വരാനുള്ള ഒരു ധൈര്യവും ഇല്ല. കാരണം ഈ ഒരു അവസ്ഥയാണ്. നിങ്ങളെ ഇപ്പോൾ എന്തായാലും ഒളിച്ചും പാത്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവിടെ ചിന്താഗതിയൊക്കെ ഇപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും എന്തോ ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തോ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. നിങ്ങളോട് ഒരുപാട് അവർ മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ ഇപ്പം അവരുടെ വിശ്വാസം അനുസരിച്ച് പോകുന്ന അവരുടെ ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങളോട് ചെയ്തതിന് മാപ്പ് അവർ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് അവർ മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എങ്ങനെ എത്താനുള്ള ഒരു വഴി തുറന്നു തരണേ ദൈവമേ എന്ന് അവർ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും മജീഷ്യനാണ് വന്നിരിക്കുന്നത്. അവരുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലും മറ്റും ചെന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും അങ്ങ് അപ്രത്യക്ഷമായി പോയെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ആദ്യ സമയത്തേക്ക് അങ്ങനെയൊന്നും നടക്കാതെ ഇരുന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലില്ലാതിരുന്നെങ്കിൽ, അവരതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ എന്നിലേക്ക് തിരിച്ച് വന്നെങ്കിൽ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. അവർ കർമ്മയെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കർമ്മ അവരെ ഒരുപാട് തളർത്തിയിരിക്കുകയാണ്. അവരെന്തൊക്കെ ഗ്രോത്ത് ആഗ്രഹിച്ചോ, അവരുടെ ലൈഫിൽ എത്രയൊക്കെ ഇൻവെസ്റ്റ് ഇറക്കിയോ അതെല്ലാം ചിലപ്പോൾ അവർക്ക് ഗ്രോത്ത് തോന്നുന്നുണ്ടായിരിക്കും. എങ്കിലും അവർക്ക് മാനസികമായിട്ട് അതിലൊരു സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഭയങ്ങൾ അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചാരിയറ്റാണ് നിങ്ങളിലേക്ക് അവർ എത്രയും പെട്ടെന്ന് ആക്ഷൻ ഇല്ല എന്നല്ല, ആക്ഷൻ വന്നു കഴിഞ്ഞ് എന്തായാലും ഇവിടെ കുതിര സ്റ്റാർട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ ആ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ചില വ്യക്തികളുടെ കുതിര അവിടെ സ്റ്റാർട്ടായി കാലുമ്പൊക്കി നിൽക്കുന്നതേ ഉള്ളൂ. ചില ആൾക്കാർക്കുള്ളത് എന്തായിരുന്നാലും അതിൻ്റെ മണ്ടയ്ക്ക് കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരുപാട് പേരെ വിളിക്കുകയും സംസാരിക്കുകയും ബ്ലോക്ക് മാറി എന്നുള്ള മെസ്സേജ് ഒരുപാട് കമൻസ് കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, അവരിലെല്ലാം പോസിറ്റിവിറ്റി പടരട്ടെ. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുക. അവർക്ക് ചിലപ്പോൾ മാനിഫെസ്റ്റ് ട്രിക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കും. കാരണം ഇതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് പഠിച്ച വ്യക്തിയായിരിക്കും. യൂട്യൂബ് വഴിയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അറിവില്ലെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ആയിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിലും മറ്റേ ആ ചെടി ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെടി ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണിലുള്ള നെഗറ്റിവിറ്റീസൊക്കെ മാറിയിട്ട് തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഈ നെഗറ്റിവിറ്റി മാറുന്നതിന് ഏറ്റവും നല്ലതാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ മൂണിൻ്റെതാണ്. അപ്പോൾ ആ ഒരു വാട്ടർ ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ ഒരു മൂണിൻ്റെ എഫക്റ്റും കാര്യങ്ങളെല്ലാം മാറിക്കിട്ട് നിങ്ങൾക്ക് സണ്ണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം സണ്ണിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവാണ്. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പം വാട്ടർ നിങ്ങൾ എത്രത്തോളം വാട്ടർ ചെടികൾക്ക്, നല്ല ശുദ്ധജലം നിങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നോ അത്രയും നല്ലത്. പിന്നെ നിങ്ങളുടെ ടാങ്ക്, വെള്ളം കുടിക്കുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളത്തെ എപ്പോഴും ശുദ്ധമാക്കി വെച്ചിരിക്കുക. ഓക്കെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡൊണേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ മൂണിൻ്റെ അപഹാരം അല്ലെങ്കിൽ
മൂണ് കൊണ്ടുവരുന്ന നെഗറ്റീവ് എഫക്റ്റിനെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിപ്പോൾ ഒരുപാട് ഡിപ്രഷനിലും കാര്യങ്ങളും പോകുന്ന വ്യക്തികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏറ്റവും ശുദ്ധജലം ചെടികൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള സ്നേഹം, കാര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അത് അല്ലെന്നുണ്ടെങ്കിൽ വെള്ള ഫുഡ്, വെള്ള പായസം വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുക, വീട്ടിൽ സ്ത്രീജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക. ഓക്കെ, ഫ്രൈഡേ ഒക്കെ പുറത്ത് പോകാൻ നോക്കുക. അവരെ കൂടുതലും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അമ്മയൊക്കെ ഒന്ന് ആ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത് എന്ത് ടേസ്റ്റാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ അമ്മയുടെയൊക്കെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവായി അനുഗ്രഹമായി തീരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ എഫക്റ്റും കാര്യങ്ങളും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വീട്ടിലുള്ള സ്ത്രീകളെ, പ്രായമായവരെ ആയാലും ശരി തന്നെ, അല്ലാത്തതാണെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക. പിന്നെ വെള്ള കളറിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, സമാധാനമാണ്. അപ്പോൾ ആ ഒരു വെള്ള കളറിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഈ മൂണ് കൊണ്ടുവരുന്ന നെഗറ്റീവ് എഫക്റ്റിനെ നിങ്ങൾക്ക് പോസിറ്റീവാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, പിന്നെ ആ അമ്മയുടെ കാല് തൊട്ട് വന്നിക്കുക എന്ന ആ ഒരു കാര്യത്തിലേക്ക് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഒന്ന് കാല് തട്ടിയാൽ ശരി, ഉടനെ ഒന്നിങ്ങനെ കാല് തൊഴുകുന്ന ഒരു ശീലം നമ്മളൊക്കെ കൊച്ചുനാൾ മുതലേ, അത് പാപമാണ്, കാല് മുതിർന്നവരെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാപമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കാല് മടക്കി അടിക്കുന്നതാണ് ഒരു സന്തോഷമെന്ന്. കാരണം ന്യൂ ജനറേഷനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ന്യൂ ജനറേഷൻ, അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ രക്ഷകർത്താക്കളും മക്കളും തങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവരിലേക്ക് വരുന്ന കുറേ നെഗറ്റിവിറ്റിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം പോസിറ്റീവായിട്ട് അത് അവരുടെ ഇഷ്ടം, അതങ്ങനെ പോട്ടെ, ന്യൂ ജനറേഷൻ അവരുടെ ഇഷ്ടത്തിൽ പൊക്കോട്ടെ. എങ്കിലും നിങ്ങളിങ്ങനെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ഇങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് നിങ്ങളുടെ രക്ഷകർത്താക്കളെ ഒന്ന് നിങ്ങൾ മറ്റ് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വഴിപാടുകളോ എല്ലാം നടത്തി, അമ്പലവും അല്ലെങ്കിൽ പള്ളികളിലും മുഴുവനും മെഴുകുതിരിയും കത്തിച്ച് നടക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളാണ്. രക്ഷകർത്താക്കളുടെ ഒന്ന് കാലിത്തൊട്ട്, പല വ്യക്തികൾക്കും രക്ഷകർത്താക്കളെ ഒന്ന് തൊട്ട് ഒരു ഉമ്മ പോലും കൊടുക്കാനുള്ള നാണമാണ്. ഓക്കെ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നാണമായി. സ്ത്രീകളാണെങ്കിൽ തന്നെയും അമ്മമാരെ ഉമ്മ വയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നതിനൊക്കെ ഒരുപാട് നാണം കാണിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, നമ്മുടെ ദൈവമാണത്. ആ ദൈവവുമായിട്ടുള്ളൊരു കൂട്ട് തന്നെ നിങ്ങൾ വെക്കുക. ഒന്ന് അനുഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ എന്നും അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായിരിക്കും. അമ്മേനെ ഒന്ന് തൊഴുക. അമ്മയില്ലാത്തവരാണെങ്കിൽ വീട്ടിലൊരു സ്ത്രീജനം, ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ശരി തന്നെ, ആ കുഞ്ഞിൻ്റെ കാലിലൊന്ന് തൊഴുകുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഓക്കെ, പ്രായം കൊണ്ട് ചെറുതാണ്, കാലിൽ തൊഴുകാൻ പാടില്ല എന്നൊന്നുമല്ല. നിങ്ങൾക്കുള്ള ഈ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ കാലിലാണെങ്കിൽ ശരി, നിങ്ങൾ തൊഴുക. ഓക്കെ, അത് തമാശയ്ക്കോ കളിയാക്കിയോ ചെയ്യുന്ന കാര്യമല്ല. താങ്ക്സ് പറയുന്നത് പോലെ നമ്മൾ ഉള്ളിൽ തട്ടി തന്നെ ഒരു 2 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ച് വേണം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, വീട്ടിൽ പ്രായമായ അമ്മയോ അമ്മുമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മൂണിൻ്റെ എഫക്റ്റ് മാറിക്കിട്ടുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അത് സ്ത്രീകൾ അവരുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അത് അവിടെ ചെല്ലുമ്പോൾ അവർ നോക്കിക്കോളും, കാരണം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് തന്നെ പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന് തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ഷനും കാര്യങ്ങളും, സെക്ഷുവലായിട്ടാണെങ്കിൽ ശരിയല്ല, നിങ്ങളോട് ഒരുപാട് ഫീലിങ്സോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഏത് സിറ്റുവേഷനിലാണോ ജഗിൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ
മാറി നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. നിങ്ങളോട് എന്താണ് ഏഞ്ചൽ തരുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ 5 സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ആ നെഗറ്റീവായ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. എന്താണോ നെഗറ്റീവ്, ചിലപ്പം ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഉടനെ പറയും, ഇപ്പോൾ അതങ്ങനെ നടക്കാൻ പോകുന്നു, ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ പോകുന്നു, നീ ഓടിക്കൊണ്ടൊന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ ഏതൊരു പോസിറ്റീവിലേക്ക് തിരിഞ്ഞു പോയിരുന്നാലും അവർ ആ ഒരു കാര്യത്തെ നെഗറ്റീവാക്കി മാറ്റും. അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുന്ന കുറേ വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുക. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്തായാലും മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ചോയ്സ്. അത് ഏത് രീതിയിലുള്ളതാണ് എന്ന് ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ചോയ്സിൻ്റെ ബേസിലാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യങ്ങളും യുക്തിപൂർവമായിട്ട് തന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കുക. ഓക്കെ, ആവശ്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ നെഗറ്റീവ് നമുക്കൊരു ഉപയോഗവും ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു മെൻ്റലി സപ്പോർട്ട് പോലും അവർ തരുന്നത് മൊത്തവും നെഗറ്റീവാണ്. ഒന്ന് ഫോൺ ചെയ്താൽ പോലും ആ നെഗറ്റിവിറ്റി മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നുള്ളൂ. എക്സാമ്പിൾ പറയാം, നമ്മളടുത്ത് എപ്പോഴും അവരുടേതായ കുറേ നെഗറ്റീവ് എന്ന് പറയും. അത് നമ്മൾ കേൾക്കാൻ പാടില്ല. ഒരു വ്യക്തികളുടെയും നെഗറ്റീവ് കേൾക്കാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ പോസിറ്റീവ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പതുക്കെ കിളിർത്ത് വരുന്ന ഒരു ചെറിയ തൈച്ചെടിയാണ്. അപ്പോഴും മറ്റുള്ള ആൾക്കാർ അവരുടെ ഫാമിലിയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അവരുടെ ഹസ്ബൻഡ് അവരെ ഇങ്ങനെയൊക്കെ ചതിച്ചു, അല്ലെങ്കിൽ അവരുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെയൊക്കെ അവരെ ചതിച്ചു. അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ മണ്ടയ്ക്കകത്ത് ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് അഫർമേഷനാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളും എന്നെ ഇങ്ങനെയാണ് ചതിക്കുന്നത് എന്നുള്ളൊരു അഫർമേഷൻ നമ്മുടെ ലൈഫിലേക്ക് വരും. ആരെങ്കിലും അവരുടെ ഒരു നെഗറ്റീവും മറ്റുള്ളവരുടെ ഇമോഷൻ നെഗറ്റീവായിട്ടുള്ള ഡസ്റ്റ് അവരുടേതായിട്ടുള്ള ഇത്രയും വിഷമങ്ങൾ കൊണ്ടിടേണ്ട ഒരു സ്ഥലമല്ല നിങ്ങളുടെ ബ്രെയിന് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വല്ല കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വന്ന് പറയാൻ വരികയാണെങ്കിൽ അത് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടുക. അത് ശരിയായിക്കോളും, നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി വീണ്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ അതേ നമ്മുടെ ലൈഫിൽ വരുവുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളെ നമ്മൾ മാറ്റി വിടുക. ഓക്കെ, ആ നെഗറ്റീവ് വീണ്ടും ഇപ്പം കമൻസ് ആയാലും ശരി തന്നെ, നെഗറ്റീവായിട്ടുള്ള കമൻസ് നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് നമ്മുടെ ലൈഫിലേക്കാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവ്സ്, ഈ ലോകത്ത് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു സെൻഡിങ്ങിൽ നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ ഇതെൻ്റെ ലൈഫിൽ ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് തന്നെ നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പേഴ്സണുമായിട്ട് നിരന്തരം അവരുടെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം അബ്സർവ് ചെയ്യുകയും അത് കേൾക്കുകയും അവർ നിങ്ങളടുത്ത് വന്ന് അവരുടെ വിഷമങ്ങൾ പറയുകയും ഇല്ലായ്മ പറയുകയും പൈസയുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണമെങ്കിൽ കാലക്രമേണ നിങ്ങൾക്കും അതേ ഗതി വരുന്നതായി കാണാം. കാരണം എന്താണോ നിങ്ങൾ കേൾക്കുന്നത് ആ എനർജിയാണ്, ആ വ്യക്തിയുടെ എനർജി നിങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പം നെഗറ്റീവായിട്ട് വരുന്ന എനർജികൾ നിങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജികളാകുമ്പോഴത്തേക്ക് നിങ്ങൾ അതാണ് സ്വീകരിക്കുന്നത്. അപ്പം നല്ല വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ തന്നെയാണെങ്കിൽ ശരി തന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നമുക്ക് സങ്കടങ്ങൾ, ശരിയാണ്, ഒരുപാട് സങ്കടങ്ങളുടെ മേലെ ഇരിക്കുമ്പോൾ സങ്കടങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ശരിയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് അട്രാക്റ്റായിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നത്. ഫേസ്ബുക്കിലാണെങ്കിൽ ശരി തന്നെ, നിങ്ങളുടെ മനസ്സറിയുന്ന സാധനങ്ങളായി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കും അതും ഇതല്ല.
എന്താണോ നിങ്ങൾ നോക്കുന്നത് അത് മൊത്തം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സങ്കടമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് മൊത്തവും സങ്കടത്തിൻ്റെ ലിസ്റ്റുകളും സങ്കടത്തിൻ്റെ കണ്ണീരും കിനാക്കളും മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മോട്ടിവേഷൻ കാര്യമായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് മൊത്തം മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്താണോ അത് നിങ്ങളുടെ മനസ്സായിട്ട് ചിന്തിക്കുക. അത് ടെക്നിക്കൽ വേറെയാണ് എങ്കിൽ പോലും അതാണ് നിങ്ങളുടെ മനസ്സൊന്ന് ചിന്തിക്കുക. എന്താണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അത് അങ്ങനെയുള്ള വ്യക്തികളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, അവരുടെ കൂടെ ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും നിങ്ങൾ മാറി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തിയിരിക്കും. ഓക്കെ, പാവികളുടെ വഴിയിൽ സഞ്ചരിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരും. ഓക്കെ, എത്രത്തോളം ഫ്രണ്ട്സിനെ കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നല്ലത്. ഫ്രണ്ട്സിനെ കൂട്ടുന്നത് ഏത് സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്തിനാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സുകളാണെങ്കിൽ തന്നെയും പോസിറ്റീവ് ആൾക്കാരെ സെലക്ട് ചെയ്യുക. നമ്മുടെ മൊബൈൽ ലിസ്റ്റിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുക. നമുക്കൊരു ഉപയോഗവും ഇല്ല. നമുക്ക് നെഗറ്റിവിറ്റി മാത്രം തരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുക. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസും എന്നിലേക്ക് എത്തിക്കാതിരിക്കുക. കാരണം നിങ്ങൾ നിരന്തരമായി മറ്റുള്ള ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നെഗറ്റീവായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരിലുള്ള പോസിറ്റീവ് ഇപ്പം നിങ്ങളുടെ കൂടെ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളുടെ കൂടെ കുറച്ച് സ്വർണ്ണത്തോടും അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതിനെക്കുറിച്ച് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂംമേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് അവരുടെ പൈസയെല്ലാം സൂക്ഷിച്ച് വെച്ച് ഓരോ സാധനങ്ങൾ, ഒരു മോതിരമാണെങ്കിൽ ശരി തന്നെ, ഒരു കമ്മലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന ഒരു ശീലമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളെങ്കിൽ അടിച്ച് പൊളിച്ച് നടക്കുന്ന നിങ്ങൾക്ക് പോലും ഈ മാസത്തെ പൈസ ഞാൻ സൂക്ഷിച്ച് വെക്കുക, അവൾ വാങ്ങിച്ചതുപോലെ ഒന്ന് എനിക്കും വാങ്ങാം, അല്ലെങ്കിൽ അവൻ വാങ്ങിച്ചതുപോലെ എനിക്കും വാങ്ങാം എന്നൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യും. എന്നാൽ നിങ്ങൾ ഓറ പവർ ആർക്കാണോ കൂടുതൽ, നിങ്ങൾക്കാണോ ഓറ പവർ കൂടുതലെങ്കിൽ ആ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് ചെയ്യുന്ന വ്യക്തികളുടെ ഓറ പവറിലോട്ട് പെട്ടുപോയി അങ്ങോട്ട് കയ്യിലിരിക്കുന്നതും കൂടെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഓറ പവർ വർദ്ധിപ്പിക്കുക, നിങ്ങൾ പോസിറ്റീവായ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അഫർമേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് അറിയാത്തവർക്കാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അവർ കുറച്ച് നേരം പ്രാർത്ഥനയിലിരിക്കുക. പ്രാർത്ഥനയിലിരിക്കുമ്പോഴത്തേക്ക് മനസ്സിൽ ഒന്നും വേണ്ട, ഒരു ദൈവത്തിൻ്റെ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളുടെ പുരികങ്ങൾക്കിടയിൽ ഇതുപോലെ ഒരു പ്രകാശത്തെ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ അകക്കണ്ണ് കൊണ്ട് അവിടെ ഒരു പ്രകാശം നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. കുറച്ച് നേരം അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. എൻ്റെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് രാവിലെ ഞാൻ നിങ്ങൾക്കെല്ലാം ബ്ലെസ്സിങ്, നിങ്ങളുടെ കമൻസിനെല്ലാം നല്ല ബ്ലെസ്സിങ് തന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലും ഒരുപാട് ബ്ലെസ്സിങ്ങാണ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നിങ്ങൾ മറ്റുള്ളവരെ ശപിക്കുന്നതിന് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്ന് ശപിക്കുമ്പോഴത്തേക്ക് നമ്മളിലും കൂടിയാണ് ആ ശാപം വരുന്നത്. ഒരിക്കലും നെഗറ്റീവ് വാക്കുകളെന്ന് പറയുന്നത് ഇരുവാൾ മൂർച്ചയാണ്. അങ്ങോട്ട് വെട്ടുമ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ടും ആ വെട്ട് കൊള്ളാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ ശാപവാക്ക് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഒക്കെ ഇങ്ങനെയാണ് അവർക്ക് ആ ഒരു ശാപം വരട്ടെ, മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ശാപമാണ്. അപ്പോൾ അവർക്ക് ഒരു ശാപം പോവും, നമുക്ക് 3 ശാപവും വരും, അവരങ്ങനെ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന വ്യക്തിക്ക് ഒരെണ്ണവും പോവും, 3 ശാപവാക്ക് നമ്മളുടെ നേർക്കാണ് നമ്മൾ തന്നെ സ്വയം സൃഷ്ടിക്കുന്നത്. ഓക്കെ, നമ്മൾ വിടുന്ന വാക്കുകൾ നമ്മളിലേക്ക് തന്നെ, അവരിലേക്ക് ഒന്നും പോവും, നമ്മളിലേക്ക് 3 വരുന്നത്. ഓക്കെ, വിരൽ ചൂണ്ടിയിരിക്കുന്നത് കണ്ടല്ലോ.
അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ശപിക്കുവാനോ കുറ്റം പറയാനോ പോകരുത്. കാരണം നമ്മൾ അവരുടെ കുറ്റം പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ചതിയനാണ്, വഞ്ചകനാണ്, അല്ലെങ്കിൽ വഞ്ചകിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് നമ്മൾ ചെയ്ത 3 ചതികൾ അവിടെ ഓർത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂണ്ടി നമ്മളെ പരസ്യമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും. അത് കാരണം നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും എല്ലാ പ്രവൃത്തികളും വിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മറ്റുള്ളവരെ ഇങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ മറ്റൊരു വ്യക്തി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മുടെ വാക്കുകൾ എന്താണോ പോകുന്നത്, പോസിറ്റീവാണോ പോകുന്നത്, 3 പോസിറ്റീവ് നിങ്ങളെ തേടി വരും. നിങ്ങൾ അവരെ അനുഗ്രഹിക്കണം. 3 അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയാണ് വരുന്നത്. അപ്പം മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ശീലിക്കാൻ നമുക്ക്. ഓക്കെ, നിങ്ങളോടൊപ്പം തന്നെ ഈ റീഡിങ് നിങ്ങളോടൊപ്പം തന്നെ എന്നെയും യൂണിവേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇതെല്ലാം തികഞ്ഞ വ്യക്തിയൊന്നുമല്ല. നിങ്ങൾക്ക് തരുന്ന ആ റീഡിങ്ങിൽ യൂണിവേഴ്സ് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനും ഇതിരുന്ന് റിപ്പീറ്റ് കേൾക്കുകയാണ്. എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ മാറ്റേണ്ട കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ഈ റീഡിങ്ങിൽ കൂടി തന്നെ എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതെല്ലാം തികഞ്ഞിട്ടല്ല ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത്. ഞാനും ഇതെല്ലാം ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം താങ്ക് യു. എൻ്റെ ഏതെങ്കിലും വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, കാർഡിൽ കണ്ടതാണ് പറഞ്ഞത്. എല്ലാവരും പോസിറ്റീവായിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. രക്ഷകർത്താക്കളെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിപ്പിക്കുക. ഓക്കെ, വൈറ്റ് കളറിലെ ഫുഡ് എന്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതോ അത് അവരെ സന്തോഷിപ്പിക്കുന്നതോ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.